ഇന്നത്തെ യുവതലമുറയിലെ പെൺകുട്ടികളിൽ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വളരെ കൂടുതലായി കണ്ടുവരുന്നു. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്, അതായത് 2-3 മാസം കൂടിയിരിക്കുമ്പോൾ പീരീഡ് ഉണ്ടാവുക, വളരെ ചെറിയ രീതിയിൽ ബ്ലീഡിങ്, പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, അമിതമായി ഫേസിലൊക്കെ ഉണ്ടാകുന്ന രോമവളർച്ച, തൈറോയിഡ് മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസം, പ്രമേഹ രോഗത്തിൻ്റെ സാധ്യതകൾ, ഫാറ്റി ലിവർ, സന്ധിവേദന, മുടി കൊഴിച്ചിൽ, മുഖക്കുരു തുടങ്ങി പല പ്രശ്നങ്ങളും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് മൂലം കണ്ടുവരുന്നു. ഇതോടൊപ്പം PCOD രോഗമുള്ള സ്ത്രീകളിൽ ഇന്ന് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ. പലരിലുമുള്ള സംശയമാണ്, PCOD കാരണമാണോ എനിക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്, അതോ ഡിപ്രഷൻ ഉണ്ടായ ശേഷമാണോ PCOD വന്നത് എന്നൊക്കെ. ഇതിൽ ഏതിനെ ചികിത്സിച്ചാൽ എൻ്റെ രോഗം പൂർണ്ണമായി മാറും എന്നൊക്കെയുള്ള സംശയം ഓരോരുത്തരിലും ഉണ്ടാകാം. അതുകൊണ്ട് നമുക്കിന്ന് ഡിപ്രഷനും PCODയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇതിൽ ഏത് ശരിയാക്കിയാലാണ് മറ്റേത് ശരിയാകുക, അങ്ങനെ ഒന്നു മാത്രം ചികിത്സിച്ചാൽ മതിയോ എന്നതിനെ കുറിച്ചെല്ലാം അറിയാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. PCOD അഥവാ PCOS എന്ന് പറയുന്നത് ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ്. ശാരീരികവും മാനസികവും വൈകാരികവുമായ ഒരുപാട് ലക്ഷണങ്ങളും PCOD രോഗമുള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. PCOD രോഗം കാരണമാണോ ഡിപ്രഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡിപ്രഷൻ കാരണമാണോ PCOD ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല. വേറെ പല രോഗാവസ്ഥകളിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം ഡിപ്രഷനിൽ കുറേ കാലം കഴിയുന്ന ഒരാൾ അവരുടെ ശരീര സംരക്ഷണത്തിൽ വലുതായി ശ്രദ്ധ കൊടുക്കാതെ വരികയും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ, യാതൊരുവിധ ആക്ടിവിറ്റീസിലും ഏർപ്പെടാതെ ഇരിക്കുകയും ആരോടും മിണ്ടാതെ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുകയും വ്യായാമം ചെയ്യാതെ ഇരിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ പല ഹോർമോണുകൾക്കും ഇംബാലൻസ് ഉണ്ടാവുകയും ഇത് പതുക്കെ പതുക്കെ PCOD രോഗമുണ്ടാകുന്നതിൻ്റെ കാരണവുമാകാം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഡിപ്രഷൻ കാരണം നമ്മുടെ ജീവിത രീതിയിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി PCOD രോഗം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഇനി ഇതല്ലാതെ ജനിതകമായും PCOD രോഗം വരുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു പെൺകുട്ടി തൻ്റെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് PCOD രോഗമുണ്ടെങ്കിൽ കുട്ടിക്കും അത് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യാതെ ഇരിക്കുകയും ഫാസ്റ്റ് ഫുഡുകൾ അമിതമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുകയും പതുക്കെ പതുക്കെ PCOD രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തലപൊക്കി തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടല്ലേ ആളുകളൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താണ്? അയ്യോ, നീ എന്താ ഇത്ര തടിച്ചു പോയത്? അമ്മച്ചിയെ പോലെ ഉണ്ടല്ലോ ഇപ്പോൾ കാണാൻ. അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്? മുഖം മുഴുവനും മുഖക്കുരുവാണല്ലോ, മുടിയെല്ലാം കൊഴിഞ്ഞു പോയല്ലോ. ഇനി കല്യാണം കഴിച്ച സ്ത്രീകളാണെങ്കിൽ ചോദിക്കും, നിനക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ലേ? എന്താ കുഞ്ഞുങ്ങളാകാത്തത്? നിങ്ങളിൽ ആർക്കാണ് കുഴപ്പം? ഇങ്ങനെയുള്ള പല കമൻറ്റുകളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇത് നമ്മളിൽ നിരാശയും വിഷമവും ഉണ്ടാക്കുകയും പിന്നീട് പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ലാതെ വരികയും ആരുമായിട്ടും സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ വരികയും ചെയ്യുന്നു. ഇത് ഡിപ്രഷൻ എന്ന രോഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇതിൻ്റെ കൂടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകളും കൂടി ഉണ്ടാകുന്നു. നീ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് എന്നിങ്ങനെയുള്ള പല കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ അത് അവരിൽ സ്വയം ഒരു മതിപ്പ് കുറയ്ക്കുകയും ഡിപ്രഷൻ കുറച്ചുകൂടി സീരിയസ് ആവുകയും ചെയ്യുന്നു. ഇനി ഡിപ്രഷൻ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഹോർമോണൽ ഇംബാലൻസ് കൂടി വരികയും ഇത് കുറച്ചു നാൾ തുടർന്നു പോയാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഇത് PCOD രോഗം കൂടി വരുന്നതിൻ്റെ കാരണമാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, PCOD രോഗം ഒന്ന് കൂടി അതിൻ്റെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളും കൂടുതലായാൽ അത് ഡിപ്രഷൻ വരുന്നതിൻ്റെ കാരണമാവുകയും ഡിപ്രഷൻ കൂടി വന്നാൽ അത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി PCOD രോഗം കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിംഗ് ആയി ഇത് മാറുന്നു. ഈ സൈക്ലിക് പ്രോസസ്സിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മുറിക്കണം. ഡിപ്രഷനിലാണോ ആദ്യം മാറ്റം, അതോ PCOD രോഗമാണോ ആദ്യം മാറ്റേണ്ടത് എന്ന ചോദ്യത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഡിപ്രഷനിൽ ഒരുപാടങ്ങ് പോയവരിൽ സ്വയം അതിൽ നിന്നും പുറത്തു വരുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്തരക്കാർക്ക് ഒരു ഡോക്ടറുടെയും ഫാമിലി സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. സപ്പോർട്ട് ഒന്നുമില്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും അവർ ഡിപ്രഷനിൽ നിന്ന് മോചിതരാകാൻ.
വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ടിനോടൊപ്പം ശരിയായ ഭക്ഷണ രീതിയും വ്യായാമവും ഒപ്പം ചെറിയ രീതിയിൽ മരുന്നുകളും കൂടി കഴിച്ചാൽ തീർച്ചയായും PCOD രോഗവും ഡിപ്രഷനും നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും. ആയുർവേദത്തിൽ ഇതിന് രണ്ടിനും വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. PCOD രോഗത്തിന്റെ ചികിത്സയ്ക്കായി ത്രയന്ത്യാദി, വരണാദി, ചിത്രകാദി, സപ്തസാരം തുടങ്ങിയ കഷായങ്ങൾ, സുകുമാരഘൃതം, സുകുമാര രസായനം, ധന്വന്തരഘൃതം, ശിവഗുളിക, ചന്ദ്രപ്രഭ തുടങ്ങിയ ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിച്ചു വരുന്നു. ഡിപ്രഷന്റെ ചികിത്സയിൽ പഞ്ചകർമ്മ ചികിത്സകളായ വസ്തി, വിരേചനം, നസ്യം തുടങ്ങിയവയും അഭ്യംഗം, വിവിധതരം ധാരകൾ, പ്രത്യേകിച്ച് തക്രധാര, തലപൊതിച്ചിൽ തുടങ്ങിയ ചികിത്സാവിധികളൊക്കെ വളരെ ഫലപ്രദമാണ്. സ്നേഹപാനം പോലെയുള്ള ചികിത്സാ രീതികളും അവസ്ഥാനുസരണം ചെയ്തു വരുന്നു. അകത്തേക്ക് കഴിക്കുന്നതിനായി പഞ്ചഗവ്യഘൃതം, കല്യാണഘൃതം, ബ്രഹ്മീഘൃതം, അശ്വഗന്ധാരിഷ്ടം, അശ്വഗന്ധാദി ചൂർണം, ശംഖുപുഷ്പാദി ചൂർണം, അശ്വഗന്ധാദി ഗുളിക, മാനസമിത്ര ഗുളിക, സാരസ്വതാരിഷ്ടം എന്നിങ്ങനെ ധാരാളം ഔഷധങ്ങൾ ഡിപ്രഷന്റെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു. ഇന്ന് പല സ്ത്രീകളിലും കാണുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഡിപ്രഷനും PCOD രോഗവും. ഇതിലൊന്നു മാത്രം ചികിത്സ തേടിയാൽ മറ്റേതും മാറും എന്നും ആരും തന്നെ വിചാരിക്കരുത്. രണ്ടിനും ഒരുപോലെ തന്നെ പ്രാധാന്യം നൽകിയാൽ മാത്രമേ നമുക്കിതിനെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുവാൻ ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.